ദിലീപിൻ്റെ കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഞാൻ ദിലീപിൻ്റെ കേസെന്ന് പറഞ്ഞതാണ്. കാരണം അതിജീവിതയുടെ കേസ് കഴിഞ്ഞു. അതിജീവിതയുടെ കേസിൽ അതിജീവിതയെ ശാരീരികമായി ഉപദ്രവിച്ച എല്ലാവരും ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. ഇനിയിപ്പോൾ ഇര സ്ഥാനത്ത് നിൽക്കുന്നത് ദിലീപാണെന്ന് ദിലീപിൻ്റെ മൊഴികളിലൂടെ വ്യക്തമാണ്. ദിലീപ് പറയുന്നു, ഞാൻ ഇരയാണ്, എന്നെ പീഡിപ്പിച്ചു, എൻ്റെ 9 വർഷം തകർത്തു, എൻ്റെ കരിയർ തകർത്തു, എൻ്റെ സാമൂഹിക ബന്ധങ്ങൾ തകർത്തു, എൻ്റെ ഇമേജ് തകർത്തു. ഒരു മനുഷ്യൻ ഒരു കേസിൽ നിരപരാധിയാവുന്നത് അയാൾക്കെതിരെയുള്ള ചാർജുകൾ, കുറ്റാരോപണങ്ങൾ വിചാരണ ചെയ്ത് തെളിവുകൾ പരിശോധിച്ച് ഒരു നീതിപീഠം വിധി പറയുമ്പോഴാണ്. നീതിപീഠം അയാൾ കുറ്റവാളി അല്ല എന്ന് പറയുന്നതോടെ അയാൾ ഒരു ഇന്നസെൻ്റായി മാറുന്നു. അയാൾക്ക് ആ കുറ്റകൃത്യത്തിൽ പങ്കില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ അംഗീകരിച്ചിരിക്കുന്ന വ്യവസ്ഥാപിതമായ നിയമ സംവിധാനം. അതനുസരിച്ച് ദിലീപ് ഇപ്പോൾ നിരപരാധിയായി നിൽക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ 9 വർഷത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം, എത്ര കോടി രൂപ അദ്ദേഹത്തിൻ്റെ വരുമാനം, സിനിമ എന്ന നിലയിലുള്ള വരുമാനം നഷ്ടപ്പെട്ടു, എത്ര കോടി രൂപ, എത്ര ലക്ഷം രൂപ കേസിന് വേണ്ടി ചെലവഴിച്ചു. ദിലീപിനെ കണ്ടാൽ 9 വർഷങ്ങൾക്ക് മുമ്പുള്ള ദിലീപിൻ്റെ മുഖമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എത്ര വലിയ മാനസിക പീഡയിലൂടെയാണ് ആ മനുഷ്യൻ കടന്നുപോയത്. നിങ്ങളൊരു സെലിബ്രിറ്റി, ഒരു നടൻ എന്ന നിലയിൽ ദിലീപിനെ കാണുന്നു, ശരിയാണ്. പക്ഷേ ഒരു കേസ് വിചാരണയ്ക്ക് വന്ന് നാട്ടിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, അറിയപ്പെടുന്ന ഒരു നടിയെ ബലാത്സംഗം ചെയ്യാൻ അറിയപ്പെടുന്ന മറ്റൊരു നടൻ കൊട്ടേഷൻ ടീമിനെ അയച്ചു എന്ന് പറയുന്ന രാജ്യചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ഒരു കേസിലെ പ്രതിസ്ഥാനത്താണ് ദിലീപ് വന്നത്. ദിലീപ് ബലാത്സംഗം ചെയ്തു എന്ന് നടി പറഞ്ഞിട്ടില്ല. നടി ഒരിക്കൽ പോലും കേസിൻ്റെ തുടക്കത്തിൽ ഒരിക്കൽ പോലും ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ടാണ് ദിലീപിൻ്റെ പേര് പറയുന്നതെന്ന് ദിലീപ് പറയുന്നു. ഈ കേസുണ്ടായ ഉടനെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനകത്ത് വേറെ ഗൂഢാലോചനയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷം ശരിക്കുള്ളൊരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ സംസ്ഥാന പോലീസിലെ ചില ഉന്നതരായ ആളുകൾ മുതൽ താഴെത്തട്ടിലുള്ള ചില ആളുകൾ വരെ പങ്കാളികളായിരുന്നു. ദിലീപ് ആവർത്തിച്ച് പറയുന്നുണ്ട് പോലീസുകാരുടെ പങ്ക്, ക്രിമിനൽ പോലീസുകാർ വഹിച്ച പങ്ക്. ആ പങ്കിൻ്റെ ഭാഗമായി അവർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. ദിലീപ് എണ്ണി പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ കേൾക്കുമ്പോൾ കേരളം ഞെട്ടണം. ദിലീപിനെ 11 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. 11 മണിക്കൂർ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ദിലീപിനെ എടുത്തിട്ടങ്ങ് കൊട്ടഞ്ഞ് ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ദിലീപ് പറയുന്നുണ്ട് അങ്ങനെ എന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൽ കൂടുതലൊന്നും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ പുറത്ത് മാധ്യമങ്ങളിലൂടെ ദിലീപിനെ 11 മണിക്കൂർ ചോദ്യം ചെയ്തു, ദിലീപിനെ ശാരീരികമായി ഉപദ്രവിച്ചു പോലീസുകാർ, അടികൊടുത്തു എന്ന് വരെ പറഞ്ഞു സെൻസേഷണൽ വാർത്തയുണ്ടാക്കിയ മാധ്യമങ്ങളുണ്ട്. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഒരു പോലീസ് ഓഫീസറുടെ പേര് പറഞ്ഞിട്ട് ആ മാധ്യമപ്രവർത്തകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും വൈകുന്നേരം ഈ പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിട്ട് ഇന്ന് നടന്ന കാര്യങ്ങൾ ഇന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞ് വാർത്ത പറഞ്ഞു തരുമായിരുന്നു. ഞാനത് കൊടുക്കുമായിരുന്നു. നോക്കൂ, എല്ലാ ദിവസവും ദിലീപിനെതിരെ ഒരു വാർത്ത ഉണ്ടാവണം, എന്നിട്ട് ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രമാണിമാരാവണം. ദിലീപിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതം വെച്ച് പ്രശസ്തരാവാൻ SITയിലെ അംഗങ്ങൾ ശ്രമിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ അവർ നിരന്തരം സ്റ്റോറികൾ പ്ലാൻ ചെയ്തു, നിരന്തരം വാർത്തകൾ. സത്യമാണ്, ആ സമയത്ത് മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം, ഒന്നല്ലെങ്കിൽ മറ്റൊരു സോഴ്സിൽ നിന്ന് ദിലീപിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങോട്ട് വാർത്ത വിളിച്ചു കൊടുക്കുമായിരുന്നു. സാധാരണ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഞാനും മാധ്യമപ്രവർത്തനം പത്രത്തിൽ പണിയെടുത്ത ആളാണ്. അങ്ങനെ പോലീസുകാരൊക്കെ വിളിക്കുമ്പോൾ വല്ല മുക്കും മൂലയൊക്കെ കഷ്ടിച്ച് പറഞ്ഞാലായി, അല്ലെങ്കിൽ മുക്കിയും മൂളിയും പറഞ്ഞാലായി, അല്ലെങ്കിൽ ഒന്നുമില്ലെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് വല്ലാത്തൊരു ത്വരയായിരുന്നു ദിലീപിനെതിരെ. എന്നും പത്രത്തിൽ, എന്നും ചാനലുകളിൽ, എന്നും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരണമെന്നൊരു വാശിയുണ്ടായിരുന്നു. സത്യമാണ്. അതിനുവേണ്ടി കൃത്യമായി പണിയെടുത്തു എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്തു, വലിയ തോതിൽ ദിലീപിൻ്റെ സിനിമകൾ വരുമ്പോൾ ഇത്തരം മാധ്യമങ്ങളിലൂടെ വീണ്ടും വാർത്തകൾ വരണം എന്ന് താല്പര്യപ്പെട്ട് അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ സംഘടിപ്പിച്ചു. അങ്ങനെ ദിലീപിനെ കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക്, സ്ത്രീകൾക്ക് മുന്നിൽ വെറുക്കപ്പെട്ടവനായി അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ചില കേന്ദ്രങ്ങളുടെ അജണ്ടയായിരുന്നു. അതാണിപ്പോൾ പൊളിഞ്ഞു വീണത്. ഈ പൊളിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ ഇവരെന്താ ഇപ്പോൾ പറയുന്നത്? അതിജീവിതയ്ക്കൊപ്പം. അതെ, അതിജീവിതയ്ക്കൊപ്പമാണ്. ഞങ്ങളും അതിജീവിതയ്ക്കൊപ്പമാണ്. മലയാളികൾ മുഴുവൻ അതിജീവിതയ്ക്കൊപ്പമാണ്. ആരാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചവരെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞത്? ശിക്ഷിക്കണം, പരമാവധി ശിക്ഷ.
തൂക്കുകയർ കൊടുക്കാൻ പറ്റുമെങ്കിൽ തൂക്കുകയർ തന്നെ കൊടുക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ കുറ്റത്തിൽ പങ്കാളിയല്ലാത്ത ഒരാളെ ക്രൂശിക്കാൻ തീരുമാനിച്ചാലോ? ഞാൻ വളരെ ലളിതമായ ഒരു കാര്യം ചോദിക്കട്ടെ. ദിലീപാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തത്, ദിലീപാണ് എല്ലാം ഏർപ്പാടാക്കിയത്, ദിലീപാണ് പണം മുടക്കിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പണം അക്കൗണ്ട് വഴി കൊടുക്കുമോ? വളരെ ലളിതമായ ചോദ്യം. അക്കൗണ്ട് ത്രൂ ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുമോ? ഇനി അങ്ങനെ ചെയ്തെങ്കിൽ പൾസർ സുനി എന്ന് പറയുന്ന പ്രതിയും സംഘവും ആവശ്യപ്പെടുന്ന പണം കൊടുത്ത് ഇതങ്ങ് സെറ്റ് ചെയ്യത്തില്ലേ ഉള്ളൂ. സത്യത്തിൽ ഇതിനൊരു ഗൂഢാലോചന മാസങ്ങൾക്ക് മുമ്പേ നടന്നതാണ്. ഈ ദിലീപിൻ്റെ പങ്കാളിത്തം ഉറപ്പിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ഒരു തിരക്കഥ, മലയാള സിനിമയിലെ തിരക്കഥ രംഗത്തുള്ള ആരെങ്കിലും ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. വളരെ മുമ്പേ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഭവം പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ദിലീപിൻ്റെ സിനിമയായ ജോർജ് പൂരമൊക്കെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൾസർ സുനിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കുന്നു. 1-2 തവണ ദിലീപിനെ ഫോണിൽ വിളിക്കുന്നു. ഇങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ടെന്ന് വളരെ മുമ്പേ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവർ പോയി ഈ പണി ചെയ്തു. ഇനി വളരെ പ്രധാനപ്പെട്ട ആരും ചോദിക്കാത്തൊരു അപ്രിയമായൊരു ചോദ്യമുണ്ട്. ഏത് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് നടി മടങ്ങിയത്? അറിയാലോ, അച്ഛൻ നടൻ്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് മടങ്ങിയത്. അങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു താരത്തിനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുന്നതിന് ഉത്തരവാദിത്തം ആ സിനിമയുടെ പ്രവർത്തകർക്കില്ലേ? ഉണ്ടല്ലോ. അതിൽ വീഴ്ച വന്നോ? അല്ലെങ്കിൽ ആ സെറ്റിൽ നിന്ന് നടി തിരിച്ചു പോകുന്ന വിവരം കൃത്യമായി ആ ലൊക്കേഷനിൽ നിന്ന് ചോർന്നു പോയിട്ടില്ലേ? ചോർത്തി കൊടുത്തത് ആരായിരിക്കാം? ഇതെല്ലാം കഴിഞ്ഞിട്ട് പീഡനത്തിന് ഇരയായ നടിയെ ഈ മകൻ്റെ അച്ഛൻ നടൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇറക്കി വിടുകയും ചെയ്തു. ഇതിനകത്തെ അസ്വാഭാവികത എന്തേ ആരും ചോദിച്ചില്ല? അപ്രിയ സത്യങ്ങൾ പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കേസിൽ ദുരൂഹമായ സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ 13 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നൊക്കെ വാർത്ത കൊടുത്ത് കഷ്ടിച്ച് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ. ഇപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിന് ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത്? അദ്ദേഹം മലയാള സിനിമയുടെ എല്ലാ മേഖലകളും കൈപ്പിടിയിലാക്കിയിരുന്ന ഒരു നടൻ. എല്ലാം നഷ്ടപ്പെട്ടു. നിർമ്മാണം, ഫിലിം ചേംബർ, തിയേറ്റർ, ഡിസ്ട്രിബ്യൂഷൻ, എല്ലാം. അങ്ങനെ ദിലീപിനെ ഈ രംഗത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് തീരുമാനിച്ച ശക്തികളുടെ കെണിയിൽ കേരളത്തിലെ പ്രേക്ഷകർ, മലയാളികൾ പെട്ടു. അവർക്ക് മുന്നിൽ ദിലീപിനെതിരായ ഒരു വികാരം ഉണ്ടാക്കിയെടുത്ത് അവരെല്ലാം ഇത് കണ്ടതുപോലെ ദിലീപ് അത് ചെയ്യും, തെളിവൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം ദിലീപ് ചെയ്യും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ദിലീപിൻ്റെ മകൾക്ക് പോലും ബോധ്യപ്പെടാത്ത കാര്യമാണ്. ഇത്ര ക്രൂരനായ ഒരച്ഛൻ്റെ കൂടെ ഏത് മകളാണ് ചേർന്ന് നിൽക്കുക? വലിയ ചോദ്യമല്ലേ? ആത്മാഭിമാനമുള്ള ഒരു മകൾ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുമോ? ഇത്തരം നാറിയ പ്രതിസന്ധി ഘട്ടത്തിൽ ആ മകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മകൾക്കേ മനസ്സിലാവൂ, അതാണ് കാര്യം. നമ്മളൊക്കെ ഈ പ്രൊപ്പഗാൻഡ മാധ്യമ പ്രചാരണത്തിൽ വീണുപോയി. ഇപ്പോൾ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ദിലീപിൻ്റെ ജീവിതം വെച്ച് അവർ കളിച്ചത്. ദിലീപിൻ്റെ ജീവിതം വെച്ച് കളിച്ചു എന്ന് മാത്രമല്ല, ദിലീപിനെ ഉന്മൂലനം ചെയ്യുക, അനന്തമായി ജയിലിലടയ്ക്കാൻ 20 വർഷം വരെയൊക്കെ കിട്ടാം, ജീവപര്യന്തം കിട്ടാം ശിക്ഷ തെളിയിക്കപ്പെട്ടാൽ. ദിലീപിനെ ജീവിതകാലം മുഴുവൻ സെല്ലിലടയ്ക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ദിലീപ് എന്ന മനുഷ്യനെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ഇപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും. അതിജീവിതയ്ക്ക്, അവളെ പീഡിപ്പിച്ചവർക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ഞാനിന്നൊരു രസകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. ഇപ്പോൾ മാധ്യമ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ കോൺഗ്രസ്സുകാരി ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ്. പക്ഷേ ആ പോസ്റ്റ് വിവരക്കേടായതുകൊണ്ടാണ് പറയുന്നത്. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രതി വന്നപ്പോൾ എണീറ്റ് നിന്ന് തൊഴുത, കോടതിയെ ഓർത്ത് ലജ്ജിക്കുന്നു. എത്ര വലിയ അബദ്ധവും അപകടകരവുമാണ് ആ പോസ്റ്റ്. ഒരു കോടതി മുറിയിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഏത് കോടതി മുറിയിലും പ്രതികളും സാക്ഷികളും ഒക്കെ നിൽക്കും. അപ്പോഴാണ് ജഡ്ജി ഡയസിലേക്ക് വരുന്നത്. നിൽക്കുന്ന പ്രതികളെയും ഒന്നുമല്ല, ആ നീതിപീഠത്തിലിരിക്കുന്നതിന് മുമ്പ് ന്യായാധിപ സകലരെയും തൊഴുതതിന് ശേഷമാണ് ഇരിക്കുന്നത്. അത് ദിലീപിനെ തൊഴുതു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് എത്ര മ്ലേച്ഛമാണ്. മ്ലേച്ഛം മാത്രമല്ല, ക്രിമിനൽ ഒഫൻസ് കൂടിയാണ്, കണ്ടംപ്റ്റാണ്. കോടതിക്കെതിരെ ദുരുദ്ദേശപരമായ വ്യക്തിപരമായ ആക്രമണം നടത്തുകയാണ്.
എല്ലാ കോടതിയിലും അങ്ങനെയാണ്. മജിസ്ട്രേറ്റുമാർ, ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ അവരുടെ സീറ്റുകളിൽ ഇരിക്കും മുമ്പ് തൻ്റെ മുന്നിലിരിക്കുന്നവർ വാദികളാണോ, പ്രതികളാണോ, കേൾവിക്കാരാണോ, അഭിഭാഷകരാണോ എന്നതൊന്നും നോക്കാതെ കോടതിക്കകത്തിരിക്കുന്നവരെ ഒരു ന്യായാധിപ വണങ്ങുന്നതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാമോ? കേസ് തോറ്റു കഴിഞ്ഞാൽ വക്കീൽ എന്താ പറയുന്നത്? പണം കൊടുത്ത് വാങ്ങിയ വിധിയെന്ന്. ഒരു ജഡ്ജിയെ, നീതിപീഠത്തെ അപമാനിക്കുകയല്ലേ? ഇനി ഈ കൂട്ടത്തിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് കുറേ CPM-കാർ ഇറങ്ങിയിട്ടുണ്ട്. CPM-കാർ അങ്ങനെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് CPM-ലെ ചില ആളുകൾ പാർട്ടിയുടെ നിർദ്ദേശം പോയിട്ടുണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്ന്. കാരണം ഈ ഹണി എം വർഗീസ് എന്ന് പറയുന്ന എറണാകുളം പ്രിൻസിപ്പൽ കോടതി ജഡ്ജി CPM-ൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയോ ഒക്കെ ആയിരുന്ന ആളുടെ മകളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും ജഡ്ജിക്കിട്ട് കയറി പണിയണ്ട. എന്ത് CPM സൈബർ ഗുണ്ടകൾക്ക് CPM-ൻ്റെ ഭാഗത്ത് നിർദ്ദേശം പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഏതായാലും ഇത് ഇപ്പോൾ ചിലരുടെയൊക്കെ ഭാവം പഴയ പഴഞ്ചൊല്ല് പോലെയാണ്, ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തുവിൻ്റെ കണ്ണീരൊന്ന് കണ്ടാൽ മതി എന്നതാണ്. അതായത് പൾസർ സുനി ഉൾപ്പെടെ നടിയെ ശാരീരികമായി ഉപദ്രവിച്ചവരെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല, ദിലീപിനെ ഒന്ന് ശിക്ഷിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും പൊതുബോധം ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും കോരി കുടിക്കുന്നവരുടെയും നിലവിളികൾ. ഒരു കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാണ്, ദിലീപ് പറയുന്ന ആവർത്തിച്ചു പറയുന്നത് തന്നെ കുടുക്കിയ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെക്കുറിച്ചാണ്, അവരുടെ കൂടെ അതിന് നിന്ന പോലീസ് ഓഫീസർമാരെ കുറിച്ചാണ്. അവർ ചിലരൊക്കെ അടുത്തൂൺ പറ്റി ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ട്, ചിലരൊക്കെ ഇപ്പോഴും സർവീസിലുണ്ട്. ദിലീപ് തൻ്റെ കാലം തുറപ്പിച്ച് നിന്നു. ഇനി നിന്നതിന് ശേഷം ദിലീപ് ചെയ്യാൻ പോകുന്നത് തിരിച്ചടിയാണെങ്കിൽ തൻ്റെ ജീവിതം കൊണ്ട് കളിച്ചവരെ, തൻ്റെ ജീവിതം കൊണ്ട് പ്രശസ്തരാകാൻ നോക്കിയവരെ, തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരെ, നിയമത്തിൻ്റെ മാർഗം ഉപയോഗിച്ച് തന്നെ ദിലീപ് എന്നുള്ള മനുഷ്യൻ, ഞാൻ നടനെന്ന് പറയുന്നില്ല, വിക്ടിം, ഇര തീർക്കാൻ തീരുമാനിച്ചാൽ പലരും പെൻഷൻ വാങ്ങിച്ച കഞ്ഞി കുടിക്കത്തില്ല, ചിലപ്പോൾ ജയിലിലും പോകും. നീതി എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. ദിലീപിനും കിട്ടണം നീതി. ദിലീപ് ഇരയാണെന്നെങ്കിൽ ദിലീപ് ഇരയാണ് എന്നാണ് ഇതുവരെ കിട്ടുന്ന വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്രിയ സത്യങ്ങൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. സത്യമാണെങ്കിൽ അത് സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ദിലീപും ഈ കേസിൽ ഇരയാണ്. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. ഞാൻ നടിയെന്ന് പോലും പറയുന്നില്ല, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. പീഡിപ്പിച്ചത് ആര് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്നല്ല ചോദിക്കുന്നത്. ഗോവിന്ദചാമി പീഡിപ്പിച്ചത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇനി മാത്രമല്ല, ഇപ്പോൾ വേറെ ചില കഥകളിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഈ സംഘം ഇതിനു മുമ്പും പല നടിമാരെയും ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പിങ്സ് കാട്ടി അവരെ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ദിലീപിനെ ഇതിന് പീഡിപ്പിക്കാൻ വേണ്ടി ഇത് ഷൂട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി ദിലീപിനെ അയച്ചു കൊടുത്തു. ദിലീപിന് കിട്ടിയപ്പോൾ ദിലീപ് ഒരു വാട്സാപ്പിൽ ഒരു സാധനം വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കി, അപകടമാണെന്ന് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും വളരെ കൃത്യമായി ഒരു തിരക്കഥ, ഈ ദൃശ്യത്തിൻ്റെയൊക്കെ തിരക്കഥ എഴുതുന്ന പോലെ വളരെ പ്ലാൻ ചെയ്ത് തിരക്കഥ എഴുതി. ഈ ചില ആളുകളൊക്കെ നേരത്തെ അവിടെ ജോർജേട്ടൻ സ്മൂരത്തിൻ്റെ സെറ്റിലൊക്കെ 2-3 പ്രാവശ്യം ഒന്ന് പോയി ഒരു ഗൂഢാലോചന ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പോലെ എല്ലാം തികഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഈ ഓപ്പറേഷൻ നടന്നത്. ദിലീപിനെ അതിനകത്ത് പ്രതിയാക്കണമെന്നുള്ള ഇവരുടെ ലക്ഷ്യം മാത്രം ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നു. ഇനി ദിലീപിൻ്റെ ഊഴമാണ്. ദിലീപ് തിരിച്ചടിച്ചാൽ, പഴയ പാട്ടുണ്ടല്ലോ, ഞാനടിച്ചാൽ നീ താങ്കമാട്ടെ എന്ന് പറയുന്ന പോലെ പലരും ഇനി താങ്ങില്ല. കാത്തിരുന്ന് നമുക്ക് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി, രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം, മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ആ സഹായം വേണ്ടത് 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന
നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് ഒരു നിമിഷം മതി. സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു. നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടണാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 2-3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും. താല്പര്യമുള്ളവർ, കഴിവുള്ളവർ, ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ, ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത്. ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം. ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ.